അങ്ങനെ കഴിച്ചപ്പോ ഐസെറ്റ് വെച്ച് സ്റ്റീവിയാണ് മാറി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീവയ്ക്ക് ഹെലിയില്ലടാ. ഏത് സിറ്റുവേഷനിൽ ഓപ്ഷൻ ആളില്ലാത്ത ഇവിടെ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പിസ്റ്റലിലാണല്ലോ ഫയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറ്റാച്ചി, അതേപോലെ തന്നെ ഈഗിളുണ്ട്, അതേപോലെ തന്നെ മാഡിക്കിന്റെ ഉണ്ട്, ഫ്ലഫി, അതേസമയം ചന്ദ്രൻ ആ വണ്ടിയിൽ, രായൻ ഓക്സിഡിയോസ് ഈ വണ്ടിയിലുണ്ട്. അതേപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീവ്, സാവേജ് ആൻഡ് സ്നൈപ്പ്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നീലൻ ആൻഡ് വില്ലു, അവർ രണ്ടുപേരാണ് ഈ ഒരു വണ്ടി കളിക്കുന്നത്. സോ ഇത്രയും പേരാണ് ഇവിടെ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കറങ്ങി വരാം. അജിസൺ അവിടെ നിൽക്കുന്ന ടീമെല്ലാം ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. അജിസന്റെ ജോക്കി ഈ ഒരു വണ്ടിയിൽ കളിക്കുകയാണ്. ബാക്കിയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ അജിസന്റെ ബാക്കിയുള്ള 1, 2, 3, 4, 5 വണ്ടികൾ ഈ ഒരു ആംഗിളിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഐസക് ഡിക്രൂസ്, കരീം ലാല, അതേപോലെ തന്നെ ലല്ലു, കായ്, എയിം, ഫ്ലാഷ്, IGC ഡിയോ, മാൽഡി, ഗൂളർ, ജാക്ക്, FTW, ഹീറോസ്. കറന്റ് ഇപ്പൊ ഒരു സ്റ്റീൽ ഫ്രീസ് ആണ് ഇപ്പോൾ മാച്ച്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ IGC ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തിരുന്നു, അവരടുത്ത് ലീവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു നല്ലൊരു പുഷ് കാണാൻ സാധിക്കും തോന്നുന്നു. ടീം ഒരു വണ്ടി മാത്രം കൊണ്ട് റഷ് ചെയ്തിരിക്കുന്നത്. ബാക്കി 4 വണ്ടി ഈ ഒരു ആംഗിളാണ്. ആ 5 വണ്ടി ഇവിടെ IGCക്കാർ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ IGCയുടെ എല്ലാ വണ്ടി മൂവ് ഔട്ട് ചെയ്തിട്ടില്ല. അത് പക്ഷേ ഒരു വലിയൊരു മണ്ടത്തരമാവാൻ ചാൻസ് ഉണ്ട്. കാരണം TV എല്ലാവരും കൂടെ ഹാർഡ് പുഷ് വരുന്നുണ്ട്. അവർ വണ്ടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കോമൺ വണ്ടിയാണ്. സോ ഈ ഒരു മാച്ചിൽ ആർക്കും അഡ്വാൻറ്റേജ്, വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും അവൈലബിൾ അല്ല. നല്ലൊരു മാച്ചാണ് ഇന്ന് കാണാൻ സാധിക്കും. ഒരു വണ്ടിയുടെ അഡ്വാൻറ്റേജ് കൊണ്ട് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ മാച്ച് ജയിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഫയർ കൊടുക്കുന്ന വണ്ടിക്ക്. ബാക്കി IGC വണ്ടികളിലെ ചെതറി ഓടിയപ്പോൾ TVയുടെ വണ്ടികളിൽ ഒരുമിച്ച് നിന്നതുകൊണ്ട് IGCന്റെ ആ ഒരു ഒറ്റ വണ്ടിയുടെ വെടിയല്ലെന്തോ എന്തുവായിരുന്നു 100 ദിവസം മലയാളവും വരുന്നില്ല. പോട്ടെ, അല്ലല്ലോ എടാ. ബുള്ളറ്റ് കുറിച്ചായിട്ട് ഐസന്റെ പുറകിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐസന്റെ ബാക്കപ്പ് വണ്ടികൾ എത്തിയിട്ടുണ്ട്. TVയുടെ ഒരു വണ്ടി മാത്രമാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഐസന്റെ ഇടയ്ക്ക് അയ്യോ ഒരു ഒറ്റ വണ്ടി TVയുടെ ബാക്കിയുള്ള വണ്ടികളുടെ ബാക്കപ്പ് വണ്ടി ഹെലി വെച്ച് അവിടെ ഫിറ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട്. എടാ ഹെലി വെച്ച് ഫിറ്റ് ചെയ്ത് കാണുന്നുണ്ടോ നീക്ക്? ഓക്കെ, ഞങ്ങളാ ഓക്കെ ഐസന്റെ പ്ലേസ് എല്ലാം ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ടീമിലെ വണ്ടികളെല്ലാം ഇതിന് റൊട്ടേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു തോന്നുന്നു. അതേപോലെ ഇപ്പുറത്തെ മലയുടെ മേളിലുണ്ട് ഐസന്റെ ഒരു വണ്ടി മാത്രം അവിടെ. ഹെൽത്ത് എന്നുണ്ട് ഇവിടെ. ഐസന്റെ ഒരു പ്ലെയർ മാത്രം ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എടാ 24 ഐസന്റെ അന്ന് ഇതടിച്ചേക്ക്. എന്തോ അടിക്കുന്നത് GRV അല്ലേ? 1 or 2 ഐസന്റെ ഇവിടെ ഫൈറ്റ് ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. ഒരാള് GR പഠിക്കാൻ പറഞ്ഞ ഇങ്ങോട്ട്. ഓക്കെ, നല്ലൊരു ഫയറിംഗ് നടക്കുന്നുണ്ട്. ഐസിന്റെ എല്ലാ പ്ലേസും ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഐസിന്റെ ഒരു പേർ ഡൗൺ ആണ്. കറണ്ട് ടീമിയുടെ ഇവിടെ നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമിയുടെ ഒരു വണ്ടി ഇവിടെ ബാക്കിൽ വരുന്നത് അവർ ലൈസന്റെ വണ്ടിയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസൻ ഇവിടെ ഈ ഒരു ആംഗിൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് അവരെ ഹോൾഡ് ചെയ്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിയുടെ ഐസന്റെ ഹെലിയാണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടീമിയുടെ ഒരു പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആംഗിളിൽ ടീമിയുടെ പ്ലേയേഴ്സ് വരുന്നുണ്ട്. ബൈഫൂട്ട് ഇറ്റാച്ച് അതേപോലെ കുറെ പേര് കയറാൻ നോക്കുന്നുണ്ട്. ഇവിടെ വരും. ഓക്കെ, ടീമിലെ എല്ലാ വണ്ടികളും ഈ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഐസന്റെ എല്ലാവരും കൊണ്ട് പുഷ് ചെയ്ത് വരുന്നില്ല. അതേസമയം അതൊരു വലിയൊരു മണ്ടത്തരം പുഷാണ് തോന്നുന്നത് ഐസന്റെ. കാരണം TVക്ക് നല്ലൊരു അഡ്വാൻറ്റേജ്, നല്ല റിസ്ക് കവർ ഉണ്ട്. ഓക്കെ, ജോക്കി അവിടെ ഹെലി വെച്ചിട്ട് എല്ലാത്തിനും ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കവർ കൊടുക്കാനാണ് നോക്കുന്നത് തോന്നുന്നു ഹെലി വെച്ചിട്ട്. ഓക്കെ, ജോക്കിക്ക് നല്ലൊരു ടാഗ് വന്നു. ജോക്കി മറന്നു പോയിട്ടുണ്ട് അത്. ഓക്കെ, ജോക്കി ഡൗൺ. ഐസന്റെ ഫ്ലാഷ് അവരെല്ലാം ബാക്കിലോട്ട് ഇറങ്ങുകയാണ്. ഡൗൺ ആവാതെ ഇരിക്കുന്നതെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഈറൻ തിരിച്ചു കയറിയിട്ടുണ്ട്. അതേപോലെ ടീമിലെ ഒരു പ്ലെയർ മാത്രം, ഐസന്റെ ഒരു പ്ലെയർ ഇവിടെ, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ. ഓക്കെ, നീലകണ്ഠൻ ഡൗൺ. 825 TV 825 825.
ഓക്കെ നീലകണ്ഠൻ ഡൗൺ ആയിരിക്കും. ടീം വേറെ ആംഗിളിൽ നിന്ന് സ്നൈപ്പ് അതുപോലെ സാവേജിൽ ഇറങ്ങുന്ന ഒരു ഫയർ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു കവറോട് IGC നല്ലൊരു ആംഗിൾ ഹോൾഡിംഗ് ആണ്. കരിംലാല ഡൗൺ ആയിട്ടുണ്ട്. IGC 754 702. ഓക്കെ ടീം നല്ല രീതിയിൽ അവരെ എല്ലാ ആംഗിളിൽ നിന്നും വട്ടം നിന്നിട്ടാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി എല്ലാ ആംഗിളിലും വട്ടം നിന്നാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. മാഡിക്കിന്റെ അവരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പുഷിങ് വരുന്നുണ്ട്. ടീവിയുടെ സൈഡിൽ നല്ലൊരു പുഷ് വരുന്നുണ്ട്. മാഡിക്കിന്റെ നോട്ട് വരില്ല. ബാക്കിലോട്ട് പ്ലേയേഴ്സ് ടീമിയുടെ ബാക്കിൽ ചന്ദ്രൻ അതേപോലെ ബാക്കിലോട്ട് വരുന്നുണ്ട്. IGC നോട്ട് ചെയ്തില്ലെങ്കിൽ വലിയൊരു ഡയറുണ്ടാകും. ഒക്കെ അവർ കറന്റ് ടീമിയെ റൊട്ടേറ്റ് ചെയ്താണ് അടിച്ചോണ്ടിരിക്കുന്നത്. IGCയുടെ പ്ലേയേഴ്സ് എല്ലാവരും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാ ആംഗിളിൽ നിന്നും വരി വരുന്നുണ്ട്. ആ വട്ടത്തിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ടീവി. IGC എല്ലാവരും ഓക്കെ. IGC 800. ഓക്കെ IGCക്ക് ഇപ്പോൾ നല്ലൊരു റിജ് കിട്ടി. ടീമിയുടെ എല്ലാ പ്ലേയേഴ്സും വരുന്നുണ്ട്. ഇവരെങ്ങനെ ഇത് ഹോൾഡ് ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. പക്ഷേ നല്ലൊരു ആംഗിളിൽ നിന്നും ബാക്കിൽ നിന്നും ഒരു പുഷ് നല്ലൊരു പുഷാണ് ടീമിയുടെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത്. 312 ഡൗൺ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവരും ക്ലിയർ ആയില്ല അറിയില്ലല്ലോ. ഓക്കെ അങ്ങനെ TV അവാർഡ് ജയിച്ചിരിക്കുകയാണ്. കാഷ്വാലിറ്റീസ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 14 ഒരു കാഷ്വാലിറ്റി മാത്രമാണ് TVക്ക് വീണിരിക്കുന്നത്. TV നീലകണ്ഠന്റെ മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും അവർക്ക് ലൈവ് ആയിട്ടുണ്ട്.